ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് പലപ്പോഴും ഏത് ലാംഗ്വേജും പലപ്പോഴും ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ച് പറയേണ്ടി വരാം. പാസ്റ്റിൽ ഏതെങ്കിലും ഒരു കാര്യം നടന്നിരുന്നെങ്കിൽ അതിൻ്റെ ഫലമായി ഇങ്ങനെയും നടന്നേനെ എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം പോസിബിൾ അല്ലാത്ത കാര്യങ്ങൾ പറയേണ്ടി വരും, കള്ളം പറയേണ്ടി വരും. ഇതിനെല്ലാം ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷിൽ പാസ്റ്റിൽ ഒരു കാര്യം ഇങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെയും നടന്നിരുന്നേനെ എന്ന് പറയാം. നമ്മൾ സാധാരണയായിട്ട് വുഡ് എന്ന ഓക്സിലറി വെർബും അതിനോടൊപ്പം ഹാവ് എന്ന ഓക്സിലറി വെർബും V3 ഫോമും വെർബിൻ്റെ മൂന്നാമത്തെ ഫോമുമാണ് ഉപയോഗിക്കുന്നത്. വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കുക. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ ഐ വുഡ് ഹാവ് ടോൾഡ് ദ ട്രൂത്ത്. ഓർക്ക് അതിനകത്ത് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ, നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ടോൾഡ് ദ ട്രൂത്ത് എന്നേ പറയാൻ പറ്റത്തില്ല. ടെൽ പറയാൻ പറ്റത്തില്ല, V3 ഫോമിൽ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പാസ്റ്റിൽ ചോദിച്ചിരുന്നെങ്കിൽ പാസ്റ്റിൽ അങ്ങനെ പറയുകയും ചെയ്തേനെ എന്ന് പറയാം. പാസ്റ്റിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിരുന്നെങ്കിൽ അങ്ങനെയും സംഭവിച്ചേനെ എന്ന് പറയാനാണ് വുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്.